ഹലോ നമസ്കാരം, എല്ലാവർക്കും ലൈഫ് ലൈൻ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കേരള പി എസ് സി കറണ്ട് അഫയേഴ്സ് 2024 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓർഡിനൻസ് ഫാക്ടറി ദിനം മാർച്ച് 18. ലോക സോഷ്യൽ വർക്ക് ദിനം മാർച്ച് 19. 33ാമത്തെ സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹനായ മലയാള സാഹിത്യകാരൻ പ്രഭാവർമ്മ. പോക്സോ നിയമത്തെക്കുറിച്ച് നിയമവകുപ്പ് തയ്യാറാക്കിയ ഹ്രസ്വചിത്രം മാറ്റൊലി. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് സക്കറിയ. പ്രേം നസീർ സുഹൃത്ത് സമിതി 2024 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലാലു അലക്സ്. 2024 7ാമത് അന്താരാഷ്ട്ര സുഗന്ധവ്യഞ്ജന സമ്മേളനത്തിന്റെ വേദി ഗുഡ്ഗാവ്. മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് നാനാ ജഗന്നാഥ് ശങ്കർ സേത് സ്റ്റേഷൻ. കൊച്ചിയിലെ ബ്രഹ്മപുരം മാലിന്യ വിഷയത്തെ പശ്ചാത്തലമാക്കി നിർമ്മിച്ച സിനിമ ഇതുവരെ. 200 കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യ മലയാള ചിത്രം മഞ്ഞുമൽ ബോയ്സ്. പ്രഥമ സ്ട്രീറ്റ് പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റിന് വേദിയായത് ദാദോജി കൊണ്ടദേവ് സ്റ്റേഡിയം താനെ. 2024 2ാമത് വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം സ്വന്തമാക്കിയത് റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂർ. 2024 മാർച്ചിൽ നടന്ന പ്രഥമ സ്ട്രീറ്റ് പ്രീമിയർ ലീഗ് ടെന്നീസ് ബോൾ ക്രിക്കറ്റ് ടൂർണമെന്റിൽ കിരീടം നേടിയത് ടൈഗേഴ്സ് ഓഫ് കൊൽക്കത്ത. 2024 മാർച്ചിൽ അന്തരിച്ച മനുഷ്യരും കുരങ്ങുകളും ഉൾപ്പെടുന്ന പ്രൈമേറ്റുകളെക്കുറിച്ച് ശ്രദ്ധേയമായ കണ്ടെത്തലുകൾ നടത്തിയ ശാസ്ത്രജ്ഞൻ ഫ്രാൻസ് ഡി വാൾ. 7ാമത് കാക്കനാടൻ പുരസ്കാരത്തിന് അർഹനായത് വി ജി തമ്പി. സുഗന്ധജീവിതം എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് വിജു ജേക്കബ്. ലോകത്തിലെ ഏറ്റവും മികച്ച 10 കമാൻഡോ വിഭാഗങ്ങളിൽ ഒന്നായ ഇന്ത്യൻ നാവികസേനയുടെ മറൈൻ കമാൻഡോ ഫോഴ്സ് മാർക്കോസ്. 2024 മാർച്ചിൽ പൊട്ടിത്തെറിച്ച റെയ്ക്യാനസ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഐസ്ലൻഡ്. റഷ്യയുടെ പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് വ്ളാഡിമിർ പുടിൻ. 2024 മാർച്ചിൽ നിലവിൽ വന്ന സംസ്ഥാന കള്ള് വ്യവസായ വികസന ബോർഡിന്റെ പ്രഥമ ചെയർമാൻ UP ജോസഫ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക. കൂടുതൽ ചോദ്യങ്ങളുമായി നമ്മൾ വീണ്ടും അടുത്ത വീഡിയോസിൽ കാണുന്നതായിരിക്കും. അതുവരെ താങ്ക് യു, ബൈ.